ഇന്ദിരേട്ടാ എഴുന്നേക്ക്. ഇന്ദിരേട്ടാ എഴുന്നേക്ക്. സമയം 12 പോയി കുളിക്ക്. ഇന്നാ എന്തൊരു ഉറക്ക ഇത്. ഇവന് ജോലി കിട്ടി. ഇപ്പോൾ കോൾ വന്നിരുന്നു. ഒരു ജോബ് കൺസൾട്ടൻസിയിൽ ട്രെയിനറായിട്ട്. സാലറി കുറവാ, എന്നാലും സാരമില്ല. ഇപ്പോൾ ഒരു ജോലി കിട്ടുകയെന്ന് വെച്ചാൽ ദാറ്റ്സ് ഗുഡ്. ആ, നമുക്ക് അടുത്ത കോഡ് കിട്ടി. സൂര്യൻ. സൂര്യൻ മായയെ നീക്കി സായുജ്യം നൽകും ആര്യൻ. അതായത് മായയാകുന്ന ഇരുളിനെ നീക്കാൻ പ്രാപ്തിയുള്ള പ്രകാശം. പ്രകാശത്തെ സൂര്യനായി കണക്കാക്കാം. സൂര്യൻ, സൺ. എവിടെയാ ലൊക്കേഷൻ? കരാമ. സൺറൈസ് സൂപ്പർ മാർക്കറ്റ്. ഇനി മുതൽ എനിക്ക് കോമ്പറ്റീഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്തു പറ്റി? എനിക്ക് ജോലി കിട്ടി. ഓ, അതുകൊണ്ട് ഇനി മുതൽ ചേട്ടനായിരിക്കും വരിക. അത് ശരി. ദാ അവിടെ. ഓ, ഇതാണ് ചേട്ടൻ. ചേട്ടാ, നമസ്കാരം. ഇത് ബുദ്ധധർമ്മസഭയുടെ ആള്. ഹലോ. ചേട്ടനിവിടെ ദുബായിലും ബിസിനസ്സാ. 7 കൊല്ലത്തോളമായി ചേട്ടനിവിടെ. ഓ, പേര് നരേൻ. നരേൻ? നരേന്ദ്രൻ. നരേന്ദ്രനാ? എത്രയാ നമ്പർ? നമ്പർ 055 055 733 733 6281 62. 6281. ഇതാണ് അടുത്ത ക്ലൂ. താങ്ക്സ്. നമസ്കാരം. ഓ, താങ്ക്സ്. ഹലോ. യെസ്, സ്പീക്കിംഗ്. ആ, മിസ്റ്റർ പ്രശാന്ത്, പറയൂ. എവിടുന്ന്? ഇമിഗ്രേഷൻ സെൻറ്ററിൽ നിന്നോ? ആ, യാ 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 യാ. ഇല്ല, ഒന്നും ശരിയായിട്ടില്ല. യെസ് യെസ്, ഐ നോ. ജോലിയില്ലാതെ ഇവിടെ നിൽക്കാനാവില്ലെന്ന് അറിയാം. ഓക്കെ ഓക്കെ, യാ യാ, യെസ്. 2 ആഴ്ചയല്ലേ? ആ ആ, അതിനുള്ളിൽ എവിടെയെങ്കിലും കയറും. ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. ഏയ്, ഇല്ല 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 പ്രശാന്ത്, ഇത് നിങ്ങളുടെ ജോലിയല്ലേ. നത്തിങ് പേഴ്സണൽ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ടേക്ക് കെയർ, ബൈ. പഴയ PR നമുക്ക് പോകാറായിരുന്നു. ടിക്കറ്റ് വരെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. Well, Mr. Narain, you got disappointed when you were forced to cancel the project? Yes, of course. I was disappointed. It's quite natural. Good. Can you be friends with people in similar situation? As an HR personnel, I can do it. Mr. Narain, in this job, you may face sensitive situations and sensitive people. All are capable of surviving any given situations, provided they get proper training. Could you do it? Yes, I believe. Okay, Mr. Narain, we will inform you. Thank you. തീർന്നോളൂ സണ്ണി. ആ, കൊണ്ടുപോകാനുള്ളതൊക്കെ ആയി. ഇപ്രാവശ്യം നാട്ടുകാർ പരാതിയൊന്നും പറയില്ല. സാധാരണ നാട്ടിൽ പോകുമ്പോൾ ഞാൻ സാധാരണ ഒന്നും കൊണ്ടുപോകാറില്ല. ഇപ്രാവശ്യം വലിയ ബാഗ്, 4-5 പെട്ടി, അവർക്കൊരു കാഴ്ചയായി. എടാ, നീ ഒരു ഉപകാരം ചെയ്യണം. ആ, ഈ വീടിൻ്റെ കാര്യം സെറ്റിൽ ചെയ്യണം. വേറൊന്നുമല്ല, ഇതിൻ്റെ കീ ഹൗസ് ഓണർ ഒന്ന് ഏൽപ്പിക്കണം. എനിക്കൊരു വല്ലായിക. 10-12 വർഷമായിട്ട് ഇവിടെ താമസിക്കണതല്ലേ. നീ വിഷമിക്കണ്ട, അത് ഞാൻ കൊടുത്തോളാം. 1-1.5 ആഴ്ച കഴിഞ്ഞാൽ ഞാനും പാക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മോളെ, കുറച്ച് ന്യൂസ് പേപ്പറും എടുത്തോ.
ഈ വീട് പോലെ തന്നെയായിരുന്നടാ കമ്പനി. 10-12 വർഷം തുടർച്ചയായ അവിടെ തന്നെ. ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റണല്ലടാ. ഫയറെല്ലാം അടിച്ചപ്പോൾ തീ പിടിച്ചതാണെന്ന് കരുതി ഇറങ്ങി ഓടിയതാ. താഴെ എത്തിയപ്പോൾ 10,000 പേര് പുറത്ത്. തീയോ പുകയോ ഒന്നും കാണാനില്ല. അതൊരു ഭയങ്കര സംഭവമായിപ്പോയി. അതിൽ പകുതി പേരെ മാത്രമല്ലേ തിരിച്ചു കയറ്റിയുള്ളൂ. 2000 പേരെയൊക്കെ പിരിച്ചു വിടാന്ന് വെച്ചാ അത് അങ്ങൾ വെച്ചോളാം മോനെ, സാരല്ലേ. പിരിച്ചു വിട്ടാലൊന്നും എനിക്ക് പരാതിയില്ല. കമ്പനിക്ക് താങ്ങാൻ വൈകി പിരിച്ചു വിടണം. പക്ഷെ അതിങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. എടാ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലടാ. ഒരു നോട്ടീസോ അറിയിപ്പോ ഒന്നുമില്ലാതെ ഒരു റിയാലിറ്റി ഷോ പോലെ പേടിപ്പിച്ച് പുറത്താക്കുക, എന്നിട്ട് പൊക്കോളാൻ പറയുക. ഞങ്ങളൊക്കെ ഏതാണ്ട് കുറ്റം ചെയ്ത പോലെ. ഒരാളോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും. സത്യത്തെക്കുറിച്ചുള്ള അറിവാണ് സന്തോഷം നൽകുന്നത്. പ്രകൃതിയുടെ അപാരതയും മനുഷ്യൻ അത് നോക്കി കാണുവാനുള്ള പരിമിതിയുമാണ് സത്യമായുള്ളത്. ആ സത്യത്തെ, അറിവിനെ ഭൂതം, ഭാവി, വർത്തമാനമെന്ന് വ്യർത്ഥമായി തിരിക്കുന്നു. ഇന്നലെ ഈ സ്ഥലത്ത് ആരാണിരുന്നതെന്ന് പറയാമോ? അറിയില്ല. ഒരുപക്ഷെ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. അപ്പോൾ ഭൂതകാലം മുഴുവനായി നമുക്കറിയില്ല. രണ്ടാമതായി അന്വേഷിച്ചറിയുമ്പോൾ അതറിയുന്നത് ഇന്നാണ്. അപ്പോൾ ആ അറിവ് വർത്തമാനകാലത്തിലാണ്. നാളെ ഇവിടെ ആരാണിരിക്കുന്നതെന്ന് ആ സമയത്ത് മാത്രമേ പറയാനാവൂ. പാറകൾ പൊടിഞ്ഞ് ഈ മണ്ണുണ്ടായി. എങ്ങനെയാണ് പാറ പൊടിഞ്ഞതെന്ന് നമുക്കറിയില്ല. അതിനൊരുപാട് കാരണങ്ങൾ ഒരുമിച്ച് ചേരണമെന്ന് മാത്രം അറിയാം. ഈ മൺതിരിയുടെ അകത്തേക്ക് നോക്കിയാൽ എന്തെല്ലാം ചേർന്നാണ് ഇത് ഈ രൂപത്തിൽ കാണുന്നതെന്ന് മുഴുവനായി നമുക്കറിയില്ല. ഇപ്പോൾ ഇതിങ്ങനെയാണെന്ന് മാത്രം അറിയാം. അറിഞ്ഞതിൽ കൂടുതൽ അറിയാൻ ബാക്കിയുണ്ടെന്നും ജീവിതത്തിൽ അറിഞ്ഞതും അറിയാത്തതുമായ കാരണങ്ങൾ ഇടപെടുമെന്നും അറിയുക. ജീവിതമെല്ലായ്പ്പോഴും ഇപ്പോൾ ഇവിടെ മാത്രമാണ്. അറിവാണ് സത്യം. അറിവ് ബോധത്തെ ഉണർത്തും. ഉണർന്ന ബോധത്തിൽ പരമമായ ആനന്ദം നിലനിൽക്കും. ജയിക്കുക. ഇന്ദിരേട്ടാ, ആ ഫോൺ എടുക്ക്. ഹലോ. Is it Mr. Narendran? യെസ്. Good evening, Mr. Narendran. ഗുഡ് ഈവനിങ്. This is Anu calling from Bank of Jibbil. Is it right time to talk to you? യെസ് പ്ലീസ്. മലയാളിയാണല്ലേ? അതെ, പറയൂ. സർ, 2 മാസമായി ബാങ്കിലെ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡ്യൂ ആയിരിക്കുകയാണ്. കമ്പനി അഡ്രസ്സിൽ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ വൈൻഡപ്പ് ചെയ്തു എന്നറിഞ്ഞു. സർ, ഒരു 10 days ഗ്രേസ് പീരീഡ് കൂടി ബാങ്ക് അലൗ ചെയ്യും. അതിനുള്ള റീപേയ്മെൻറ്റ് പാക്കേജ് നെഗോഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഓക്കെ. വാട്ട്സ് ദ ബാങ്ക്സ് നോം? അത് ബാങ്കിൻ്റെ ലോൺ റിക്കവറി ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിക്കണം. ഇഫ് നോട്ട് സർ, യു ഹാവ് ടു ഫേസ് പ്രോസിക്യൂഷൻ. യാ, എനിക്കറിയാം. Please, sir. I'm informing you only as a part of my duty. Don't take it personally. Have a nice day. താങ്ക് യു. അത്ര പെട്ടെന്നൊന്നും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. ആരാ വിളിച്ചേ? ബാങ്കിലെ ലോൺ മുഴുവൻ തിരിച്ചടയ്ക്കാതെ അവരെന്നെ വിടില്ല. എന്ന് വെച്ചാ ജയിലിൽ കിടക്കേണ്ടി വരും. ഇന്ദിരേട്ടാ, വേണ്ടാത്തൊന്നും പറയല്ലേ. അതൊന്നും സാരമില്ല. നമുക്ക് ആ പബ്ലിക് ലൈബ്രറി വരെ ഒന്ന് പോകണം, അടുത്ത ക്ലൂ വാങ്ങാൻ. പബ്ലിക് ലൈബ്രറിയിലോ? യെസ്. ജ്ഞാനം, അറിവാണ് പരമമായ സത്യവും ആനന്ദവും. അത് ലൈബ്രറി തന്നെ. ഇനി കിട്ടാനുള്ളത് അവസാനത്തെ ക്ലൂ ആണ്. അതും കൂടി ശരിയായാൽ